5 വർഷം 4100 കോടി രൂപയുടെ വികസന പദ്ധതികൾ. ജനപ്രതിനിധി എന്ന നിലയിൽ താൻ നടത്തിയ ഇടപെടലുകളും നടപ്പാക്കിയ പദ്ധതികളുമെല്ലാം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടുകയാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. പാർലമെന്റിൽ സജീവ ഇടപെടലുകളും മണ്ഡലത്തിൽ നിറസാന്നിധ്യവുമായിരുന്ന തോമസ് ചാഴികാടന് രാഷ്ട്രീയ ഭേദമന്യേ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നത്. 100% MP ഫണ്ടും ചിലവഴിച്ച് ഈ MP ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്ത് ഒന്നാമനാണ് തോമസ് ചാഴികാടൻ. അനുവദിക്കപ്പെട്ട MP ഫണ്ടിൽ കോടികൾ പാഴാക്കിയ UDF MPമാർ നിരവധിയാണെന്നറിയുമ്പോഴാണ് നമുക്ക് തോമസ് ചാഴികാടൻ്റെ പ്രവർത്തന മികവ് എത്രത്തോളമാണെന്ന് തിരിച്ചറിയുക. കഴിഞ്ഞ 5 വർഷം കൊണ്ട് റെയിൽ വികസന രംഗത്ത് ചിലവഴിച്ചത് 925 കോടി രൂപ. 2001 തുടക്കമിട്ട കോട്ടയം ഇരട്ടപ്പാത യാഥാർത്ഥ്യമായിരിക്കുന്നു. കോട്ടയം വഴിയുള്ള ട്രെയിൻ യാത്രയിലെ ഒറ്റപ്പാത ദുരിതം പഴങ്കഥയായി മാറിയിരിക്കുന്നു. 75 കോടി രൂപ ചെലവഴിച്ച് ഇക്കാലയളവിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് 92.67 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ. 12 ക്യാമ്പുകളിലൂടെ മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരെയും കണ്ടെത്തി അവർക്ക് സഹായ ഉപകരണങ്ങൾ നൽകി ജീവകാരുണ്യ മേഖലയിൽ ചാഴികാടൻ നടത്തിയ ഇടപെടലുകളും അനുകരണീയമായ മാതൃകയാണെന്ന് പറയാതെ വയ്യ. വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടികയിൽ ചിലത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. പാർലമെൻറ്റിനകത്തും സജീവ ഇടപെടൽ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു തോമസ് ചാഴികാടൻ. റബ്ബർ കർഷകരുടെ അടക്കം കാർഷിക വിഷയങ്ങൾ, കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ, മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ട തുടങ്ങി നിരവധി വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ച അദ്ദേഹം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലും സംസ്ഥാന മണ്ഡല താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിരവധി ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. വികസന രേഖ പ്രകാശനം ചെയ്തുകൊണ്ട് സംസ്ഥാന സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: A+ നേടിയ ജനപ്രതിനിധിയാണ് തോമസ് ചാഴികാടൻ. ഈ വാക്കുകളാണ് കോട്ടയംകാർ ഒന്നടങ്കം പറയുന്നതും ഏറ്റുവാങ്ങുന്നതും.